തന്നെയാണ് ബി.ജെ.പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ തെരഞ്ഞെടുപ്പിൽ CPM ആണ് ബി.ജെ.പിക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുത്തത്. CPM ആണ് ബി.ജെ.പി പോലും പറയാനറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത്. രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. എന്താ പറഞ്ഞിരുന്നത്? UDF ജയിക്കുമ്പോ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നത്. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ വിജയം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ്. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണ്. RDPയുടെ തൊലി വിരിക്കുകയാണ്. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടതാണ്. ഒന്നും വേണ്ടായിരുന്നു. എന്താ സംശയം? ഭാരത് സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. കുടുംബി കുടുംബി അവിടെ കണ്ടു. കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി.ജെ.പി എന്ന് എഴുതിക്കൊടുത്ത ഈ ബി.ജെ.പിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ. കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജിമെന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരകൂടെ കാര്യസ്ഥനെ പറഞ്ഞുവിടാൻ. ഇപ്പൊ പറയില്ല. ഇവിടെ സർവ്വ പണി അറിയുന്ന വെച്ചാൽ കാര്യത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈശ്വര, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ നിനക്ക് ഇന്നു മുതൽ പുറംപണി. പുറംപണിയാണെങ്കിൽ പിന്നെ ഞാനതിൽ അകത്ത് നിൽക്കുന്നത്. ഈ നഗരസഭയിലെ UDF ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം സന്ദീപ് പക്ഷാണെന്നോ? ഞാൻ ഒരിക്കലും പറയില്ല. UDFന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിന് നഷ്ടപ്പെടാൻ പോകും. ശശിയെ എന്നാണ് ഈ പറയുന്നത്? എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും. അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. കൃഷ്ണകുമാറിന്റെ ബൂത്തിലും വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നു. കൃഷ്ണകുമാറിന്റെ ബൂത്തിൽ വോട്ട് കുറഞ്ഞല്ലോ. കൃഷ്ണകുമാരൻ ആദ്യം രാജിവെക്കേണ്ടത് എന്ത് കൗൺസിലർമാരെ എടുക്കുന്നത്? നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ. ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോഴും ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത്. എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം.